കാട്ടാക്കട ഡിവൈഎസ്പിയുടെ പേരിൽ 5 വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്നും ഡിവൈഎസ്പി ആണെന്ന വ്യാജേന നിരവധി പേരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് കണ്ടെത്തി. സംഭവത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം ആരംഭിച്ചു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു സംഭവം ഡിവൈഎസ്പിയുടെ ഈ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ഈ കാട്ടാക്കട ഡിവൈഎസ്പിയുടെ പേരിലുള്ള 5 വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ആഡ് ആവുന്ന, അതായത് ഫ്രണ്ട് ആകുന്ന ആളുകളെ അവരുടെ ഫോൺ നമ്പർ എടുത്ത് വ്യക്തികളെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ബന്ധപ്പെട്ടതിന് ശേഷം പണമടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പോലീസ് സംഘത്തിലെ ചില മാധ്യമപ്രവർത്തകരാണെന്നൊക്കെ പറഞ്ഞ് വ്യാജേന വിളിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിച്ചും ആളുകൾ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘത്തിൽ നിന്നും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഈ സംഭവം ഈ പോലീസ് സംഘത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന് ഇരയായവർ തന്നെയാണ്. അതായത് ഈ വിളിച്ച ആളുകൾ, അതായത് ആരെയാണോ വിളിച്ചത് അവരാണ് ഈ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നത്. അവർ ഈ ഡിവൈഎസ്പിയെ നേരിട്ട് വിളിച്ചത് അറിയിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത്. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. വേണു, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.